സുധാകരന് വഴങ്ങി ഹൈക്കമാൻഡ്. കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകും. ഇടപെട്ടത് ആന്റണിയും രമേശ് ചെന്നിത്തലയും. വാർത്താ സമ്മേളനം മാറ്റിവെച്ച് സുധാകരൻ. പടക്കം പൊട്ടിച്ച് സുധാകരൻ അനുകൂലികൾ. സ്ഥാനാർത്ഥി ആവശ്യം കടുപ്പിച്ച് അടൂർ പ്രകാശ്. മത്സരിക്കാനില്ലെന്ന FB പോസ്റ്റ് പിൻവലിച്ചു. സുധാകരനുള്ള അർഹത തനിക്കുമുണ്ടെന്ന് അടൂർ പ്രകാശ്. നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചു. സ്വതന്ത്രനായി മത്സരിക്കാൻ എൽദോസ് കുന്നപ്പള്ളി. സീറ്റ് നിഷേധിക്കുന്നത് നീതികേട്. PK ശശിക്ക് സീറ്റ് നൽകിയല്ലോ എന്ന് ചോദ്യം. നോമിനേഷൻ പൂരിപ്പിക്കൽ കഴിഞ്ഞെന്ന് ദീപ്തി മേരി വർഗീസ്. തൃക്കാക്കര ചോദിച്ചെന്നും മറ്റൊരു ഓപ്ഷനാണ് പാർട്ടി പറഞ്ഞതെന്നും ദീപ്തി. കോൺഗ്രസിലെ തർക്കങ്ങളെ പരിഹസിച്ച് CPM. സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നതെന്ന് MV ഗോവിന്ദൻ. കോൺഗ്രസിന്റെ അവസ്ഥ പരിതാപകരമെന്ന് പരിഹാസം. സംസ്ഥാനത്ത് ആദ്യം പത്രിക നൽകി മുഖ്യമന്ത്രി. ധർമ്മടത്ത് പത്രിക നൽകിയത് തലശ്ശേരി രജിസ്ട്രാർ ഓഫീസിൽ. പിണറായി വിജയന് കെട്ടിവെക്കാനുള്ള തുക നൽകിയത് പത്തനാപുരത്തെ ഗാന്ധി ഭവൻ അധികൃതർ. നിലപാട് തിരുത്തി G സുധാകരൻ. മൂന്നാം ഊഴം മുഖ്യമന്ത്രിയാകുമെന്ന പിണറായിയുടെ സ്വപ്നം വിഫലമെന്ന് പരാമർശം. CPM നേതൃത്വം രാഷ്ട്രീയമായി പരാജയപ്പെട്ടു. കോൺഗ്രസ് രാഷ്ട്രീയമായി വിജയിക്കുന്നുവെന്നും G സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കണ്ണൂരും തിരുവനന്തപുരം സെൻട്രലും ഒഴിച്ചിട്ട് BJPയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക. കുമ്മനം രാജശേഖരൻ ആറന്മുളയിൽ, ML അശ്വിനി കാസർഗോഡ്, B ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൽ.